നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ കണ്ണിമാങ്ങ ആവുന്നേ ഉള്ളേ. പല സ്ഥലങ്ങളിലും ഇപ്പോൾ മാങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും. ഇവിടെ ചക്കയും മാങ്ങയൊക്കെ കുറച്ച് വൈകിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു ലാസ്റ്റ് സമയം വരെ, ഒരു ഓണത്തിൻ്റെ സമയം വരെയൊക്കെ നമുക്ക് ചക്കയൊക്കെ കിട്ടാറുണ്ട്. നല്ല മൂവാണ്ടൻ മാങ്ങയുടെ കണ്ണിമാങ്ങയാണ്. അതിൻ്റെ ചൊന പോവാതെ കേട്ടോ പറിച്ചെടുക്കുന്നത്. മാങ്ങ ഇങ്ങനത്തെ കണ്ണിമാങ്ങയൊക്കെ പറിച്ചെടുക്കുമ്പോൾ ചൊന പോവാതെ എടുക്കണം. എന്നിട്ട് കണ്ണിമാങ്ങ നമ്മൾ പൊട്ടിച്ച് ചൊന അതിൻ്റെ ഉള്ളിൽ ഒഴിക്കണം. മൂവാണ്ടൻ മാങ്ങയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കണ്ണിമാങ്ങ കിട്ടി. പിന്നെ നമുക്കിതിന് കുറേ ദിവസം മുന്നേ കുറേ കാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെ അട്ടപ്പാടി ചുരത്തു നിന്നൊക്കെ പറിച്ചെടുത്ത മാങ്ങയൊക്കെ നമ്മൾ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് നല്ല കാട്ടുമാങ്ങയുടെ അതിൻ്റെ കളറിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കാട്ടുമാങ്ങയുടെ കണ്ണിമാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൊന പൊട്ടിച്ച് നമ്മുടെ ആ പാത്രത്തിൽ ഒഴിച്ച് വെക്കത്തില്ല. പകരം കണ്ണിമാങ്ങയുടെ തുമ്പത്ത് കുറച്ച് നീട്ടിയായിരിക്കും കേട്ടോ നമ്മൾ അതിൻ്റെ തണ്ട് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ചൊന അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നന്നായിട്ട് കഴുകി പിന്നെ ഇത് ഒന്ന് വെള്ളം തോരാൻ വെച്ച് പിന്നെ തുണി വെച്ചൊന്ന് തുടച്ചിട്ട് ഉപ്പിലിട്ട് വെക്കുക ചെയ്യുന്നത്. കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും വെക്കണം. പിന്നെ ഉപ്പ് നന്നായിട്ട് വേണം, അല്ലെങ്കിൽ ഇത് പൂത്ത് പോകും കേട്ടോ. 20 ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് ചുങ്ങുവേ. നന്നായിട്ട് ചുങ്ങി വന്നതിന് ശേഷം എടുത്ത് അച്ചാറിടുന്നതാണ് നല്ലത്. നമുക്ക് അല്ലാതെ തന്നെ നേരിട്ട് കണ്ണിമാങ്ങയായിട്ട് തന്നെ അച്ചാറിടാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് 2-3 ദിവസം ഇളക്കി വെക്കണമെന്നേ ഉള്ളൂ. അതും കുഴപ്പമൊന്നുമില്ല. ഉപ്പിലിടാണ്ട് തന്നെ അച്ചാറിടാനും പറ്റും. ഞങ്ങൾ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചാർ. നമ്മളിപ്പം ചുങ്ങി വന്ന കണ്ണിമാങ്ങ വെള്ളം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ആദ്യമേ. നമുക്ക് മൊത്തം വെള്ളം വേണ്ടി വരില്ല കേട്ടോ. ഒരുപാട് വെള്ളമായിപ്പോൾ കണ്ണിമാങ്ങയിൽ ചേർക്കാൻ വേണ്ടി പച്ചക്കടുക് പൊടിച്ചതുണ്ട്, പിന്നെ വറുത്ത കടുകുണ്ട്, ഉലുവ പൊടിച്ചുകൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ കായ ഒന്ന് വറുത്ത് കോരി എടുത്തു. നല്ല എണ്ണയിൽ കായ ആദ്യമേ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ട് പിന്നെ ഉരുളി ഇറക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ പൊടികളൊക്കെ ചൂടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തം കരിഞ്ഞു പോകത്തേ ഉള്ളൂ. ഒരുവിധം ഒന്ന് എണ്ണ തണുത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് പൊടി ചേർക്കത്തുള്ളേ. പാകത്തിനൊരു ചൂടുണ്ടല്ലോ പരുവത്തിന്. ഇതിൻ്റെ അകത്ത് നമ്മൾ കാശ്മീരി ചില്ലി, നമ്മുടെ നോർമൽ ചില്ലി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതൊക്കെ ആട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കളറൊന്ന് ഒരു മൂത്ത നല്ലൊരു കളറായി വരില്ലേ, അതുവരെ ഇളക്കി അതിനൊന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് മാങ്ങയുടെ വെള്ളമാണ് ചേർക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്താട്ടോ നമ്മൾ അച്ചാറിടുന്നത് കേട്ടോ. ഓരോ സൈഡിലും വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഇവിടെ ഇങ്ങനെയാട്ടോ അച്ചാറിടുന്നത്. കുറച്ച് വെള്ളം ആദ്യമേ ഒന്ന് ചേർത്ത് നോക്കി, എന്നിട്ട് അതൊക്കെ ഒന്ന് ഇളക്കി കണ്ണിമാങ്ങയും ചേർത്തു. ഇപ്പോൾ നമുക്ക് കുറച്ച് അധികം വെള്ളം ഉള്ള പോലെ തോന്നും കേട്ടോ. പക്ഷേ നമ്മൾ ഇതിലോട്ട് ഉലുവയും കടുകൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് പാകത്തിനാവേ. കണ്ണിമാങ്ങയൊക്കെ ഇട്ടൊന്ന് ഇളക്കി നോക്കി മൊത്തത്തിൽ. നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കായപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, പച്ചക്കടുകിൻ്റെ പൊടി, പിന്നെ വറുത്ത കടുകിൻ്റെ പൊടി, ഇത്രയും പൊടികളാട്ടോ ഇതിലോട്ട് ഇട്ടുന്നത്. ഉപ്പ് പിന്നെ നമുക്ക് ആദ്യമേ നമ്മൾ ഇട്ടേക്കുന്നതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. പിന്നെ കേടാവാതിരിക്കാനോ അങ്ങനെ ഒന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഇവിടെ അച്ചാറിടുന്നത്. കുറേ നാളിരിക്കുകയും ചെയ്യുന്നത്. ഈ പൊടികളൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് കുറുകിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണിമാങ്ങ അച്ചാർ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണേ. പറകിൽ വാങ്ങാനുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കുറുകി പോലെ തോന്നിയപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് പാകത്തിന് അച്ചാർ ആയിട്ടുണ്ടേ.